അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് സോയ ചങ്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത്, എപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സോയ ചങ്ക് റോസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സോയ ചങ്ക് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലിട്ട് ഇതൊന്ന് ഉപ്പ് കൂടെ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ നിർത്താം. എന്നിട്ട് ഇനി ഈ ഇതിൽ കിടന്ന് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ സോയ ചങ്ക് നല്ല സെറ്റപ്പ് ആയിട്ട് വേവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, നമുക്കിതിവിടെ അടച്ച് വെച്ചേക്കാം. അതെ, അവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മുടെ ഇത് തണുത്തിട്ട് വേണം ബാക്കി പരിപാടി. കാരണം ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. കാര്യം ഇതിലേക്ക് പൊടിപടലങ്ങളൊക്കെ കാണും. അതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ അവിടെ റെഡിയായി ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക് ഉണ്ടല്ലോ, നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് നമ്മൾ വേവിച്ച് റെഡിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. 5-6 പ്രാവശ്യം നമ്മുടെ തണുത്ത വെള്ളത്തില് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാലേ അതിൻ്റെ അകത്തുണ്ടല്ലോ ചില പൊടിപടലങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. കാരണം നമ്മളെടുത്ത സോയക്ക് ഇച്ചിരി വലുപ്പം കൂടുതലല്ലേ. അപ്പൊ നമ്മള് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഈ പാനിലേക്ക് നമ്മള് സ്വല്പം എണ്ണ ഒഴിക്കാണ്. ഒരു ടേബിൾ സ്പൂൺ വേണമെന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഈ സോയ ഇല്ലേ, നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ അകത്ത് ആ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇതിങ്ങനെ പയ്യെ ഇളക്കി കൊടുക്കുക. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട. എന്താ പറയുക, നമ്മുടെ പാനൽ പൊട്ടിപ്പിടിക്കില്ല, അതിന് മാത്രമുള്ള എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പം ഇതിങ്ങനെ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഇതിൻ്റെ ജലാംശം മുഴുവൻ മാറ്റിയെടുക്കണം. അപ്പം നമ്മളുണ്ടല്ലോ ഇത് ഇളക്കി ലെമൻ്റെ വെള്ളം കാര്യങ്ങളെല്ലാം കളഞ്ഞ് റെഡിയാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൽച്ചട്ടിക്ക് അതാണ് ബാക്കി പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എണ്ണ ചൂടാകണം. അതെ, നമ്മൾ ഈ കൽച്ചട്ടിയുടെ ഇത് ചൂടാക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചട്ടി ചൂടാണ്. അപ്പം എണ്ണ ചൂടാണ്. എണ്ണ ചൂടായാലും നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ചടപടാതെ പൊട്ടി കിട്ടും. അപ്പൊ ആ നേരം കൊണ്ട് ഈ സോയ ചങ്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കാര്യം എന്താ വെച്ചാൽ ഇത് അടിയിൽ പിടിച്ചിട്ട് ഇത് കരിഞ്ഞു പോകും. കരിയാതെ ഇവനെ ഒന്ന് സെറ്റപ്പ്. മാത്രമല്ല നമുക്ക് കൂടുതലായിട്ട് അത് എത്രമാത്രം റോസ്റ്റ് ചെയ്ത് കിട്ടുന്നോ അത്രയും നല്ലതായിരിക്കും. വെള്ളത്തിൻ്റെ അംശം അത് കൂടുതലായിട്ട് പോകണം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ചെറിയ സോയ കിട്ടും, അതാണെങ്കിലും നല്ലത്. ഇച്ചിരി ബെടാ സാധനം. അതുകൊണ്ട് നമ്മുടെ എണ്ണയ്ക്കകത്ത് കൊമളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉലുവായിട്ട് കൊടുക്കാവേ. അപ്പോൾ ആ ഉലുവ പൊട്ടി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കുറച്ച് കടുകും കൂടെ കിട്ടില്ല. കടുകില്ലാതൊരു കലാപരിപാടി. എല്ലാ പരിപാടിക്കും നമ്മള് കടുകിന് അതിൻ്റെ ഒരു പൊട്ടിത്തെറിയുണ്ട്. പടക്കം പൊട്ടിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതെ നമ്മുടെ കടുകൊക്കെ ഇത് നല്ല ഡിസൈൻ പോലുണ്ടല്ലേ, നല്ല ചടപടാന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സോയ നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ ഇഞ്ചി ചേട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സോയയുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് അത് റെഡിയായി. അതല്ല നമ്മുടെ ചീനച്ചട്ടിക്കകത്തിട്ടാണെങ്കിലും നമുക്കത് ഇളക്കി പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇത് നമ്മൾ എത്രയായത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ജലാംശം നമുക്കൊന്ന് മാറണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് നമ്മുടെ
പച്ചമുളക് നല്ല എരിയ അതെ. എരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാന്താരി മുളക് മാറില്ല, അത്ര എരിയുള്ള സാധനമാണ്. അപ്പൊ ഇതും കൂടെ നമ്മളൊരു 2 പച്ചമുളകുകൾ എടുത്തിട്ടുണ്ട്. 2 മതി. അത്യാവശ്യം നല്ല എരിയ അയൽപക്കക്കാർക്ക് വരെ അതുകൊണ്ട് സാധനം വെച്ചിട്ട് തന്നെ നല്ല എരിക്കുന്നു. അപ്പൊ ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ അകത്ത് ആ വെള്ളം എല്ലാം മാറട്ടെ. അപ്പൊ നമ്മുടെ സാധന സാമഗ്രികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില പിടിച്ചെടുക്കാവേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടണേ. എന്താ മണം നല്ല സൂപ്പർ മണം. അന്യായ മണമാണ്. അപ്പൊ ഇനി നമുക്കങ്ങ് തീ അങ്ങ് കുറച്ചേക്കണം കേട്ടോ. നമ്മൾ കൽച്ചട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് തീ അങ്ങ് കുറച്ചേക്കണം. സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ തീ നിർത്തിയാലും കുഴപ്പമില്ല. ആ ഒരു അത് ആ ചൂടൊന്ന് ഉണ്ടല്ലോ, അത് ഇങ്ങനെ മാനേജ് ചെയ്ത് നിൽക്കുക സാധനം. കുറേ നേരത്തേക്ക് ആ ഒരു ചൂട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ അത് കാരണം നമ്മൾ ഫുൾ ടൈമിൽ ആ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലേ ഇതെല്ലാം കൂടെ അങ്ങ് കരിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കുറച്ച് പൊടി ഐറ്റംസ് ഉണ്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ കാശ്മീരിയും സാധനയും കൂടെ മിക്സ് ചെയ്ത പൊടിയാണ്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുന്ന സംഭവം. 1 കിലോ കാശ്മീരി, 1 കിലോ സാധാരണ. പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി ഇല്ലാതെ കളിയില്ല. ഇമ്മമാരുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ശക്കലം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ചൂടുവെള്ളം വെക്കട്ടെ. ഒരു ഗ്രേവി ഒന്ന് റെഡിയാക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ശരി, ഇന്ന് ഈ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പൊ ആ ചൂടിൽ തന്നെ ഇരുന്ന് പച്ചമണമൊക്കെ മാറും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു സ്വല്പം ചൂടുവെള്ളം റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അന്നേരം അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇളക്കി സെറ്റപ്പ് ആക്കിയെടുക്കുക. കൽച്ചട്ടി ആയതുകൊണ്ടുണ്ടല്ലോ നല്ല മണമുണ്ട്. നല്ല കുടുകുടുകുടാന്ന് പറഞ്ഞ് തിളച്ച് നമ്മളിപ്പോ സിമ്മില് ആണ് ഈ കൽച്ചട്ടിയുടെ തീ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും നന്നായിട്ട് തിളക്കുക. ആ മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മൂപ്പിച്ചെടുത്തോണ്ട് നല്ല കളറുണ്ട്. അന്യായം. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും കൂടെ ചേർത്ത് കൊടുക്കാവേ. മാക്സിമം ഉള്ളത് ചെറിയ സോയ സെലക്ട് ചെയ്യാൻ നോക്കണം. കാര്യം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിലുള്ള സാധനം നമുക്ക് കിട്ടിയില്ലായിരുന്നു. ചില സമയത്ത് കിട്ടും ചെറുത്, പക്ഷെ ഇപ്പൊ കിട്ടിയില്ല നമുക്ക് ചെറുത്. അതുകൊണ്ട് നമ്മൾ വലുതെടുത്ത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇരുന്ന് അരിഞ്ഞൊക്കെ കുറെ കൂടെ ചെറുതാക്കി എടുക്കാം. ഇപ്പൊ ഇത് വെറും 2ആയിട്ട് മാത്രം മുറിച്ചുള്ളൂ. ഭയങ്കര വലുപ്പമായിപ്പോ ഇത് വെന്ത് വന്നപ്പോഴത്തേക്കിന് കാണുമ്പോ ചെറുതാന്ന് തോന്നും, പക്ഷെ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സാധനം, ഭയങ്കര വലുപ്പം. അപ്പൊ ഇനി നമുക്ക് ഇന്ന് ഇളക്കി എല്ലായിടത്തുനിന്ന് ആക്കാം. നല്ല കളറാണ്. അതെ. അപ്പൊ നമ്മൾ തീ ഉണ്ടല്ലോ മാക്സിമം കുറച്ച് വെച്ചേക്കുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കരിഞ്ഞു പോലെ സംഭവം. ഇത് നല്ല കട്ടിയുള്ള സാധനല്ലേ കൽച്ചട്ടി ആയതുകൊണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളുണ്ടല്ലോ ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ കൽച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് എന്താ സംഭവം നമ്മൾ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഇത് നമ്മുടെ വിനാഗിരിയാണ്. ഇത് നമ്മുടെ സിന്തറ്റിക് ഒന്നുമല്ല, നമ്മുടെ നാച്ചുറൽ വിനാഗിരിയാണ്. അപ്പൊ നമ്മുടെ സോയാ ചങ്ക് വെച്ചിട്ടുള്ള നമ്മുടെ വിനാഗിരി ചേർത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ ആ സമയത്ത് കളറും കാര്യങ്ങളും എല്ലാം ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തോളാം. നമുക്ക് നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് അവസാനം ചേർക്കേണ്ട ഒരു സാധനമുണ്ട്, നമ്മുടെ സ്വന്തം കായപ്പൊടി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായത് നമ്മൾ എന്താ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സോയാ ചങ്കിന്റെ അച്ചാറാണ് നമ്മളിന്ന്
സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. നമ്മളെന്നും സോയ ചങ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, ഒന്നെങ്കിൽ റോസ്റ്റ് ചെയ്യും, മറ്റേ കറി വെക്കും, കറി വെക്കും, അങ്ങനത്തെ സംഭവമല്ലേ. ഇതൊന്ന് ചെയ്ത് നോക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് സംഭവം. ഇരിക്കും തോറും ഇതങ്ങ് കുറുകും. നമ്മളിപ്പോൾ ഒഴിച്ച ആ വെള്ളവും ആ വിനാഗിരിയും എല്ലാം ഇതിലേക്ക് ഒന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇതിലുണ്ടല്ലോ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടങ്ങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടിട്ടില്ല നല്ല ആ മണം ഉണ്ടല്ലോ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെയ്യുന്നത്. മാക്സിമം ചെറിയ പീസാക്കി എടുക്കുക. അതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഗ്രേവിക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിച്ചു നോക്കി. നല്ല ചൂടാ. നല്ല ചൂടാ. ഇച്ചിരി ഉപ്പൂടെ വേണം. ശകലം ഉപ്പൂടെ ചേർക്കാം. കാര്യം എന്താ വെച്ചാൽ ഈ സോയ ചങ്ക് ഇതിനകത്ത് ഈ ജലാംശം മുഴുവൻ വലിച്ചെടുക്കും. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ഈ സംഭവം. ഒരുപാട് കാലം കേടുകൂടാതിരിക്കുക കേട്ടോ. അതെ, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണേ. സാധാരണ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പണിപാടി. അത് പെട്ടെന്ന് ചീത്തയായിട്ട്. പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ഈ വേവിച്ച് നമ്മൾ കഴുകിയെടുക്കത്തില്ലേ, കഴുകിയെടുത്തിട്ട് നമ്മൾ വെയിലിൽ ഉണക്കി എടുക്കുകയാണെങ്കിൽ കുറെ കൂടെ അടിപൊളിയായിരിക്കും. നമുക്ക് സ്റ്റൗ അങ്ങ് നിർത്താതെ നമ്മുടെ സോയ ചങ്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തയ്യാറാക്കി ഇതൊന്ന് റെഡിയാക്കി നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് സംഭവം. നമ്മളെ മറ്റേ മട്ടണും അതൊക്കെ ചെയ്യുന്നതിൻ്റെ അതേ ടേസ്റ്റ്. നമുക്കത് ഇവിടെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ചെയ്ത് നോക്കാത്തവർ ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള മറ്റേ ബെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ഓൺ ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ളതും എന്നാൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ എന്താ പറയുന്നത് ഹൈടെക് പരിപാടിയൊന്നും നമുക്കില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചട്ടി കലയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും കൂടെ. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുന്നത് അതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.